നമസ്കാരം. ഞാൻ കണ്ടിയൂർ നീലമനയിലം പ്രശാന്ത് ജി നമ്പൂതിരി. പരുത്തൻപാറ മുക്കോട് ശ്രീ വേലായുധമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് വാസ്തുശാസ്ത്ര വിധിപ്രകാരവും ശില്പശാസ്ത്ര വിധിപ്രകാരവും പണിതുയർത്തിയ ഈ മഹനീയ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളെ കൊണ്ടും ശില്പങ്ങളെ കൊണ്ടും മനോഹാരിതമാക്കിയിട്ടുണ്ട്. ജൂൺ 29 5 മണിയോടുകൂടിയിട്ട് ഈ ക്ഷേത്രം നാട്ടുകാർക്കായി സമർപ്പിക്കുകയാണ്. തുടർന്ന് ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ ഉള്ള 11 നാളുകളായി ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠാക്രിയകളും ധ്വജപ്രതിഷ്ഠാക്രിയകളും അതിനുശേഷമുള്ള 6 നാളുകളിലായി ദേവന്റെ തിരുവുത്സവവും നടക്കുകയാണ്. ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം നവീകരണ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് കൽപ്പാന്തകാലത്തോളം ഭക്തന്മാരെ അനുഗ്രഹിക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ കാലാനുസൃതമായിട്ട് ഉണ്ടാവുന്ന വൈകല്യങ്ങൾ, ദേവനിൽ ബാധിച്ചിട്ടുള്ള ദോഷാധിക്യങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലോ ഒരു വ്യാഴവട്ടം കൂടുന്ന കാലഘട്ടങ്ങളിലോ ഒക്കെ നവീകരണ ക്രിയകൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ആവശ്യകതയുണ്ട്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു ശ്രീകോവിലിൽ വസിച്ചിരുന്ന ദേവചൈതന്യത്തെ നമ്മൾ ബാലാലയത്തിലേക്ക് മാറ്റുകയും അശ്രാന്ത പരിശ്രമത്തിലൂടെ ഒരു മഹനീയ ക്ഷേത്ര സൗധം തന്നെ ഈ ദേവസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. നവീകരണം എന്നുദ്ദേശിച്ചാൽ പുതുതാക്കുക എന്ന് തന്നെയാണ്. ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജന്മം, പുനർജന്മം തന്നെയാണ് നവീകരണ ക്രിയകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യ 5 നാളുകളിലായി ദേവനെ ബാധിച്ചിട്ടുള്ള ദോഷാധിക്യങ്ങൾക്കെല്ലാം പരിഹാരക്രിയകൾ ഓടുകൂടിയിട്ട് നടത്തുകയാണ്. ഒരു നവീകരണം എന്ന സൂചിപ്പിക്കുന്നത് തന്നെ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രായശ്ചിത്തക്രിയയാണ് നവീകരണമെന്ന് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ആദ്യമത്തെ 5 നാളുകളിലായി ദേവന്റെ ശുദ്ധിക്രിയകളും പോയ ചൈതന്യത്തെ വീണ്ടെടുത്ത് ആ ദേവനിലേക്ക് തത്വങ്ങളോട് കൂടിയിട്ടുള്ള കലശമാടി, അതായത് തത്വകലശമാടി സമ്പുഷ്ടമാക്കിയ ആ ദേവചൈതന്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അനുജ്ഞാകലശം ദ്രവ്യകലശമായിട്ട് ആടുകയും അങ്ങനെ പൂർണ്ണ ചൈതന്യവത്തായിട്ടുള്ള ആ ദേവ ചൈതന്യത്തെ സങ്കോചിപ്പിക്കുക എന്ന ക്രിയയാണ് 7ാം നാളിൽ നടക്കുക. അതിന് സങ്കോചക്രിയ എന്നാണ് പറയുക. വിശാലമായിട്ട് കിടക്കുന്ന ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ നമ്മൾ ഒരു ക്ഷേത്രം മതിൽക്കകം മുഴുവൻ വ്യാപിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ആ വ്യാപിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചൈതന്യത്തെ ഒരു ദീപനാളം പോലെ ചുരുക്കി ഒരു രാത്രി ജീവകലശത്തിലേക്ക് ആവാഹിച്ച് 8ാം നാളിൽ, അതായത് ജൂലൈ 7-ാം തീയതി 11:05 12 മണിക്കും ഇടയിലുള്ള അനിഴ നക്ഷത്രം ശുഭമുഹൂർത്തത്തിൽ ദേവൻ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. 8ാം നാളില് ദേവന്റെ പരിവാരങ്ങളുടെയും വലിയ ബലിക്കൽ പ്രതിഷ്ഠ, മാതൃക്കൾ പ്രതിഷ്ഠ തുടങ്ങിയ വിശേഷ ക്രിയകളും മറ്റുമൊക്കെ നടത്തുകയും ഉപദേവന്മാരുടെ എല്ലാ പ്രതിഷ്ഠകളും നടത്തുകയും 11ാം നാളിൽ ദേവചൈതന്യം വർഷിക്കുമാറ് നട തുറന്ന്, അതായത് തളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ജലത്തെ എപ്രകാരമാണോ തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന ആ ശക്തി എന്ന വണ്ണം 3 നാളുകളിൽ ദേവന്മാരായി പൂജിക്കപ്പെടുന്ന ആ ദേവചൈതന്യം വർഷിക്കുക എന്നുള്ള ക്രിയയോട് കൂടിയിട്ട് 11ാം നാൾ നട തുറക്കുകയും
ധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്ന അതിവിശേഷമായിട്ടുള്ള ദേവന്റെ സുഷുമ്നാ നാഡി എന്ന് സങ്കല്പിച്ചിട്ടുള്ള ആ ധ്വജത്തെ നമ്മൾ ദേവാഗ്രസ്ത വാഹനം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. തുടർന്നുള്ള 5 നാളുകളിലായിട്ട് ഉത്സവങ്ങൾ. ഇങ്ങനെ ഒരു ഒരു ജന്മത്തിൽ ഒരു നവീകരണത്തിൽ പങ്കെടുക്കുക, ഒരു പുനഃപ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കുകൊള്ളുക എന്ന് പറയുന്നത് അതിവിശേഷമാണ്. ഒരു പൂർവജന്മ സുഹൃതം തന്നെയാണ്. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആ ദേവന്റെ ചൈതന്യം എല്ലാ ഭക്തരിലേക്കും അനുഗ്രഹമായിട്ട് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 15 നാളുകളിൽ ക്ഷേത്രത്തിൽ വിശേഷമായിട്ടുള്ള പൂജകൾ, അതിന് വളരെ വിലപിടിപ്പുള്ള സ്വർണ്ണ സാധനങ്ങൾ തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ, പുഷ്പം, മാല, എണ്ണ, നെയ്യ്, ഇങ്ങനെയുള്ള ധാരാളം വിശേഷദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടും മേള വാദ്യങ്ങൾ, വാര്യര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ സേവനങ്ങളും ഒക്കെ ഈ 11 നാളുകളിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു. ഇത്രയും കാലങ്ങളെ കൊണ്ട് അതിമനോഹരമായി പണിത ഈ ക്ഷേത്ര സൗധത്തിൽ ദേവൻ പ്രതിഷ്ഠിക്കപ്പെടുകയും അങ്ങനെ ആ ദേവന്റെ ചൈതന്യം എല്ലാ ഭക്തജനങ്ങളിലേക്കും അനുഗ്രഹമായിട്ട് വർഷിക്കട്ടെ എന്നും തങ്ങളാൽ കഴിയുന്ന തനമനധന പൂർവങ്ങളായിട്ടുള്ള